പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി നടത്തിയ റെയ്ഡിനിടെ നടന്ന അക്രമ സംഭവങ്ങൾ കേരളം വലിയ തരത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. അന്ന് ആർക്കു വേണ്ടിയാണോ ഈ പ്രതികൾ CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അക്രമം അഴിച്ചുവിട്ടത്, അവർ ഇപ്പോൾ പുറത്ത് സുഖലോലുപരായി വിലസുകയാണ്. എന്നാൽ ഈ പാവപ്പെട്ട പ്രവർത്തകർ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. ഈ റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും പുതിയ അപ്ഡേഷൻ ഉള്ളത് 3 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. അതായത് ജീവൻ, നന്ദു, ഷൈജു എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ ഇഡി സംഘം പരിശോധന നടത്തി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം അടിച്ചു തകർത്ത ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസെടുത്തത്. വലിയ സംഘർഷമാണ് അന്ന് തിരുവനന്തപുരത്ത് അരങ്ങേറിയത്. കല്ലും മരക്കഷ്ണങ്ങളും ഉപയോഗിച്ചാണ് ഇഡി വാഹനങ്ങളുടെ ചില്ല് തകർത്തത്. ഈ സംഭവത്തിലാണ് വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കനത്ത വകുപ്പുകൾ ചുമത്തി മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി നിഷ്കരുണം തള്ളിയിരിക്കുന്നത്. ഇനി ജില്ലാ കോടതിയെ സമീപിക്കുക എന്നതാണ് ഈ പ്രതികളുടെ മുന്നിലുള്ള ഒരു വഴി. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തത്. സ്വാഭാവികമായും ഇഡി കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. ഇഡി ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി ചെയ്യുന്നതിനിടയിൽ ജോലി തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ മാത്രമല്ല, അവരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടും എന്നതിൽ തർക്കമില്ല. എന്നാൽ ഈ ആർക്ക് വേണ്ടിയാണോ ഈ പ്രതികൾ ആക്രമണം നടത്തിയത്, അല്ലെങ്കിൽ ഈ പ്രതികൾ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്, അവർ ഇപ്പോൾ പൊതു നിരത്തിൽ സുഖലോലുപരായി വിലസുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ ആക്രമണ സംഭവത്തിന് ശേഷം ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയത്തെ തള്ളിപ്പറയുന്ന തരത്തിലാണ് CPM നേതാക്കന്മാർ മുന്നോട്ട് വന്നത്. പിണറായി വിജയനെ സംരക്ഷിക്കേണ്ട ബാധ്യത മാത്രമേ ഞങ്ങൾക്കുള്ളൂ, മകളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല എന്നാണ് പല മുതിർന്ന നേതാക്കളും പറയുന്നത്. അതുമാത്രമല്ല, ഒരു പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത വീണ തൈക്കണ്ടിയെ എന്തിനാ പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുന്ന രൂപത്തിൽ സമരരംഗത്തിറക്കി ഒരു സമര ആഭാസം നടത്തി എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. നിഷ്കളങ്കരായ, ചെങ്കൊടി പിടിച്ച, പാർട്ടി എന്തിനും ഏതിനും വിളിച്ചാൽ പോകുന്ന പ്രവർത്തകരാണ് ജയിലഴിക്കുള്ളിൽ കഴിയുന്നത്. ഈ പാവപ്പെട്ട പ്രവർത്തകർ ജയിലഴിക്കുള്ളിൽ കഴിയുമ്പോൾ അവരുടെ വീടുകളിലെ എല്ലാം അവസ്ഥ നമ്മൾക്കറിയാം. നമ്മൾ ദൃശ്യങ്ങളിൽ ശിവൻകുട്ടി എന്ന് പങ്കുവെച്ച 2 ഫോട്ടോസ് നമ്മൾ കണ്ടതാണ്. അതീവ ദാരിദ്ര്യ ചുറ്റുപാടിൽ നിന്ന് വന്ന ആളുകളാണ് പലരും ജയിലഴിക്കുള്ളിൽ കഴിയുന്നത്. നിത്യവൃത്തിക്കായി കൂലിവേല ചെയ്യുന്ന ആളുകൾ ജയിലഴിക്കുള്ളിൽ കഴിയുമ്പോൾ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ ശോചനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പാർട്ടി സഹായിക്കുന്നുണ്ടാകും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്തിപ്പോൾ ജയിലിൽ കിടക്കുന്നതെന്ന് ആ പാവപ്പെട്ട പ്രവർത്തകർ ജയിലഴിക്കുള്ളിൽ കിടന്ന് മുകളിലേക്ക് നോക്കി ചിന്തിക്കുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവർക്ക് ജാമ്യം ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജാമ്യം ലഭിച്ചാലും എത്ര നാൾ ഈ കേസുമായി ഇനി കോടതി വരാന്തകൾ കയറി ഇറങ്ങണം എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഈ കേസിനകത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിനകത്ത് വലിയ ഒരു ചുഴിയിലാണ് CPM പെട്ടിരിക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പൊതുമുതൽ നശിപ്പിച്ചെന്ന് പറയുന്ന കേസ് അത്ര എളുപ്പത്തിൽ ഊരിപ്പോരാൻ കഴിയുന്നതല്ല. നേരത്തെയും രാഷ്ട്രീയ കേസുകൾ CPMനെ സംബന്ധിച്ചിടത്തോളം പുത്തരിയായിരുന്നില്ല. കണ്ണൂരും പ്രത്യേകിച്ച് ഉത്തര മലബാറിൽ കണ്ണൂരും കാസർഗോഡിന്റെ ചില ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങളിലും നിരന്തര രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുമ്പോൾ പ്രതികളെ നൽകുന്ന ഒരു രീതി CPMനുണ്ടാകുമായിരുന്നു. കൊലപാതകത്തിലടക്കം ഇത്തരത്തിൽ പ്രതികളെ നൽകിയിട്ടുണ്ട് എന്ന് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് കാര്യങ്ങൾ അങ്ങനെയല്ല. പ്രവർത്തകർ ഉള്ളിൽ കിടക്കുകയാണ്. എന്ന് ജാമ്യം കിട്ടുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പ് പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പാവപ്പെട്ട പ്രവർത്തകരെ ബലിയാടാക്കിയതിൽ വലിയ പ്രതിഷേധം പാർട്ടിക്കകത്ത് വരുന്നുണ്ട് എന്നതിലും തർക്കമില്ല.